അത് ഇറക്കിയതാണ് CPM-കാർ. നാണമുണ്ടോ മാർക്ക്? നാണമുണ്ടോ? എന്നിട്ട് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ് നടക്കുക. ആ ക്രൈം നന്ദകുമാറിനെതിരായിട്ട് 6 കേസും കണ്ടെടുത്തു. രാത്രി എല്ലാ ദിവസവും പോയി അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യും. ഇപ്പോൾ കോടതി വളരെ ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു കേസുമില്ലാത്ത കാര്യത്തിലാണ്. അതായത് മുഖ്യമന്ത്രി വിമർശിച്ചു എന്നാണ്. ഒരു കാര്യമില്ല. CPM-നെ വിമർശിക്കാൻ പാടില്ല. പണ്ട് പറയില്ല പോളണ്ടിനെ കുറിച്ച് ഒന്നും പറയരുതെന്ന് പറഞ്ഞ മാതിരി പിണറായി വിജയനെ കുറിച്ച് ഒന്നും മിണ്ടിപ്പോരും. മിണ്ടിയ വീട്ടിൽ പോലീസ് വരും. അത് ക്രൈം നന്ദകുമാറിൻ്റെ വീട്ടിലാണെങ്കിലും പോലീസ് വരും, സുബ്രഹ്മണ്യൻ്റെ വീട്ടിലാണെങ്കിലും പോലീസ് വരും. ഞങ്ങളെല്ലാം ഇടാൻ പോവാണ്. ഒന്ന് വരട്ടെ, പോലീസ് ഒന്ന് വരട്ടെ. ശരി, നമ്മളിപ്പോൾ കണ്ട ഈ വീഡിയോ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നു, വല്ലാത്ത മാധ്യമവേട്ടയാണ് മുഖ്യമന്ത്രി നടത്തുന്നത്. ഇപ്പോൾ ക്രൈം നന്ദകുമാറിൻ്റെ വീട്ടിൽ അർദ്ധരാത്രി ചെന്ന് അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നൊരു പ്രതിപക്ഷ നേതാവ് വരെ പറയുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമപ്രവർത്തനത്തിന് വരെ ഇപ്പോൾ ഇവർ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ അപ്പോസ്തലന്മാരെന്നാണ് ഇവരെയൊക്കെ പറയുന്നത്. അപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യമൊക്കെ ഭരണത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് അവരെക്കുറിച്ച് പറയുന്നവരെയൊക്കെ അവർ ഭയപ്പെടുകയാണ്. ശരിക്കും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭയപ്പെടുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള വിഷയം ഉണ്ടാകുന്നത്. എന്താ ശരി, അത് കണ്ടിട്ട് എന്താ തോന്നുന്നത്? ഇവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യം പറയുമ്പോൾ ആദ്യം ഭയപ്പാടിൻ്റെ കാര്യം പറയാം. കറുപ്പ് നിറത്തെ പോലും പേടിച്ച് കറുത്ത മാസ്ക് വെച്ചവരെ പോലും സഭയിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ള കാര്യങ്ങൾ വരെ നടന്നിട്ടുണ്ട്. അപ്പോൾ കറുപ്പ് നിറത്തെ അദ്ദേഹത്തിന് പേടിയാണ്, അദ്ദേഹത്തിനെതിരെയുള്ള ഒരു മുദ്രാവാക്യത്തെ അദ്ദേഹത്തിന് പേടിയാണ്. ഇപ്പോൾ വന്ന പോറ്റിയെ കയറ്റിയ പാട്ട്, അതുപോലെ ഓരോ കാര്യങ്ങളോടും അദ്ദേഹത്തിന് ഭയം തന്നെയാണ്. ശരിക്കും ഒരു ഭീരുവാണ് നമ്മുടെ മുഖ്യമന്ത്രി എന്ന് ഏറെ സങ്കടം ഉണ്ടെങ്കിൽ പോലും നമ്മൾ പറയേണ്ടി വരുന്നു. കേരളം ഭരിക്കുന്ന ഒരു ഭീരുവായ മുഖ്യമന്ത്രിയാണ് എന്ന് പറയേണ്ടി വരും. ഇങ്ങനെ ഇടയിലേക്ക് കൂടി പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ബാർബർ ഷോപ്പിലാണെന്ന്. അല്ലാണ്ട് ഊരിപ്പിടിച്ച വാളും അത് എവിടെയാണെന്ന് എനിക്കറിയില്ല. കൂടെ നമുക്കറിയാൻ ചാൻസ് ഇല്ല. പക്ഷേ ഈ പാണ്ഡ്യല ഷാജി എന്ന് പറയുന്ന അദ്ദേഹം പിണറായിയുടെ A to Z കാര്യങ്ങൾ ഒരുവിധം നന്നായിട്ട് അറിയാവുന്ന ആളാണ്. അദ്ദേഹവും പറയുന്നുണ്ട് ഇങ്ങനത്തെ ഒരു, അദ്ദേഹം പലതവണ ഇത് തെളിവുകൾ സഹിതം വ്യക്തമാക്കിയിട്ടുമുണ്ട് ഇത്തരം ഒരു പൊള്ളയായ കഥയെ പറ്റിയിട്ട്. അപ്പോൾ അദ്ദേഹം ഒരു ഭയം ഇത് പറയുന്നത് തലയിലേക്ക് കയറിയിട്ടുള്ള ഒരാളാണ് അദ്ദേഹം എന്നുള്ളത് ഏകദേശം തെളിവായി കഴിഞ്ഞു. ഇപ്പോൾ പോറ്റിയെ കയറ്റിയ പാട്ടിൻ്റെ ആണെങ്കിലും ഇപ്പോൾ പോറ്റിക്ക് ഒപ്പമുള്ളൊരു ഫോട്ടോ പുറത്ത് വന്നപ്പോൾ അത് ആണെന്ന് ഗോവിന്ദൻ മാഷ് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ഒരു നമ്മുടെ നസീർ വെമ്പായം നസീർ, അദ്ദേഹത്തിൻ്റെ ഒരു ജയ്ഹിന്ദിലൊരു ചർച്ചയ്ക്കിടയിൽ അദ്ദേഹം കിടന്ന് തകർത്ത് മറിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ വിഷ്വൽ ഉൾപ്പെടെയാണ് ഏഷ്യാനെറ്റും മനോരമയൊക്കെ പുറത്ത് വിട്ടത്. വിഷ്വൽസ് ഉൾപ്പെടെയാണ്. ഇപ്പോൾ ഫോട്ടോ ആണെന്ന് പറയാം, പക്ഷെ വിഷ്വൽസ് ഉൾപ്പെടെ അവർ പുറത്ത് വിട്ടതിലുമുള്ളത് ആ വിഷ്വൽ എങ്ങനെ ജനറേറ്റ് ചെയ്യുന്നത്? സുബ്രഹ്മണ്യം. ഈ സുബ്രഹ്മണ്യം ഇടയ്ക്കെന്ന് പറഞ്ഞു, ഈ സുബ്രഹ്മണ്യം പറഞ്ഞത് അദ്ദേഹത്തിന് ഈ വീഡിയോ വിഷ്വൽ കിട്ടിയത് PRD ഉദ്യോഗസ്ഥർ കൊടുത്തതെന്നാണ്. അല്ല, ആ വിഷ്വൽ കണ്ടറിയാം അത് അല്ല ഒറിജിനൽ ആയിട്ടുള്ള സാധനമാണെന്നുള്ളത്. പക്ഷെ ഈ പറയുന്ന ചർച്ചയ്ക്ക് പോയിരുന്ന വെമ്പായം നസീർ എന്ന് പറയുന്ന നമ്മുടെ മഹാൻ പോയിരുന്നു പറഞ്ഞത് ഇത് A1 ആണോടോ, അത് A1 ആണ്, അല്ല A1 ആണ്. മീൻസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒന്നും തീർത്ത് പറയാൻ പോലും അറിയാത്ത ഒരാള് എന്താ A1 എന്താന്ന് അറിയാൻ വേണ്ടാണ്ട് ആ ചർച്ചയിൽ പോയിരുന്ന ഒരു 7 മിനിറ്റോളം തർക്കിക്കുകയാണ്. അത് അതെ, ഈ ബുദ്ധിയില്ലാത്തവരെയും ബോധമില്ലാത്തവരെയൊക്കെ എന്തിനാണ് ചർച്ചയ്ക്ക് വിളിക്കുന്നത്? അദ്ദേഹത്തെ ഞാൻ പരസ്യം ഇതാക്കി വ്യക്തിപരമായിട്ട് പറഞ്ഞതല്ല. പക്ഷേ എന്താണ് A1 എന്താണെന്ന് അറിയാത്തവർ ഈ മുഖ്യമന്ത്രിയുടെ ഫോട്ടോ ഒറിജിനൽ അല്ല A1 ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അത്തരം കോമഡി ചർച്ചകളൊക്കെ കുറച്ച് അതെ A1 ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ഒറിജിനൽ അല്ലെന്ന് പുള്ളി അങ്ങ് തറപ്പിച്ച് പറയുന്നുണ്ട്. A1 ആണത്. അപ്പോൾ ആണെങ്കിൽ A1 ആണെങ്കിലും അപ്പം അത്തരം കാര്യങ്ങളൊക്കെ ഇപ്പം ഗോവിന്ദ മാഷ് പറഞ്ഞു. ഈ പറയുന്ന പോലെ വെമ്പായ നസീറിനെ പോലെയുള്ള ചില അടിമക്കമികളും പറയുന്നുണ്ട്. പക്ഷേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരിക്കലും പറയില്ല അത് ആണെന്നുള്ളത്. അദ്ദേഹമാണത് പ്രതികരിക്കേണ്ടത്. എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കേസ് കൊടുക്കാം. അപ്പോൾ അദ്ദേഹം എല്ലാ കാര്യങ്ങളിലും ഈ സുബ്രഹ്മണ്യനെ പിടിച്ച് അറസ്റ്റ് ചെയ്തത് അപ്പോൾ അത് പ്രചരിപ്പിച്ചതിൻ്റെ പേരിലാണ്. അല്ലാതെ അദ്ദേഹത്തിൻ്റെ അത് ഒറിജിനൽ ഫോട്ടോ അല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കേസ് എടുക്കാം. എങ്ങനെയാണ് കേസ് എടുക്കുക? അങ്ങനെ ഒരു സാധനം നിർമ്മിച്ചു, മീൻസ് കള്ളത്തെളിവ് നിർമ്മിച്ചു എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ കേസ് എടുക്കുകയാണെങ്കിൽ ഓക്കെ. പക്ഷേ ഇത് പ്രചരിപ്പിച്ചതാണ് അദ്ദേഹത്തിനെതിരെയുള്ള കുറ്റം. സുബ്രഹ്മണ്യനെ കേസ് എടുത്തില്ലേ എന്ന് ചോദിച്ചാൽ പ്രചരിപ്പിച്ചു എന്നുള്ള കുറ്റത്തിനാണ് ആ മനുഷ്യനെ അറസ്റ്റ് ചെയ്തത്. അപ്പോൾ ഈ കാര്യം പറഞ്ഞു വന്നപ്പോഴാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ക്രൈം നന്ദകുമാറിൻ്റെ വീട്ടിലും അർദ്ധരാത്രിയിൽ 1 മണിക്ക് സൈബർ പോലീസ്, അതും തിരുവനന്തപുരത്ത് നിന്നാണ് വന്നത് അവർ. അപ്പോൾ രാത്രി കാലത്ത് അത് സാറ് നമ്മുടെ നേരത്തെയുള്ള വീഡിയോകളിൽ സാറ് തന്നെ അത് വിശദീകരിച്ചിട്ടുണ്ട്. സിന്ധു ജോയുടെ ഒരു കേസിൽ, ആ കേസിൻ്റെ വിശദാംശത്തിലേക്ക് ഇപ്പോൾ കൂടുതൽ പോകുന്നില്ല. പക്ഷേ സിന്ധു ജോയി എന്ന് പറയുന്ന നമ്മുടെ മുൻ അഖിലേന്ത്യാ SFI നേതാവൊക്കെ ആയിരുന്ന സിന്ധു ജോയി ഇപ്പോൾ രാഷ്ട്രീയത്തിലില്ല
അല്ലല്ലോ അവര്. അപ്പോൾ അവരെ പറ്റിയിട്ട് നമ്മുടെ VS അച്യുതാനന്ദൻ, സഖാവ് VS അച്യുതാനന്ദൻ തന്നെ പണ്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അവരുടെ പാർട്ടിക്കകത്ത് അദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു പ്രത്യേക രീതിയിൽ അവരെ വലിച്ചെറിഞ്ഞു. ഒരു സ്ലൈഡിൽ അദ്ദേഹം അപ്പോൾ അങ്ങനെ വലിച്ചെറിഞ്ഞു എന്നുള്ള അദ്ദേഹം പറയുന്ന വിഷ്വലാണ് നമ്മളെ ക്രൈമില് നന്ദകുമാർ സാറ് പുറത്തുവിട്ടിട്ടുള്ളത്. അത് ഏഷ്യാനെറ്റിൽ ഇപ്പോഴും കിടക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ അത് നമ്മൾ പറഞ്ഞു, അത് പറഞ്ഞുകൊണ്ട് നന്ദകുമാർ സാറ് ശരിക്കും ആ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിരിക്കുന്നത് സിന്ധു ജോയിനെ സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. സിന്ധു ജോയ് ഒരുപാട് ത്യാഗം സഹിച്ച് നിന്ന ഒരാളെ കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും നിലനിൽക്കാത്ത അങ്ങനത്തെ ഒരു കേസിന്റെ പേരിലാണ് ആദ്യത്തെ കേസ് കൊടുത്തു. അതിൽ നിന്ന് അതിന്റെ പിന്നാലെ തന്നെ സിന്ധു ജോയ് വീണ്ടും കേസ് കൊടുത്തു എന്ന് പറഞ്ഞിട്ടാണ് പാതിരാത്രി 1 മണിക്കൊക്കെ. പോലീസുകാർക്ക് 1 മണിക്കല്ലാണ്ട് വന്ന് പിടിക്കാൻ പറ്റില്ല എന്നുള്ളത് അറിയില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ നേച്ചറാണ്. അതെ, ഈ പാതിരാത്രി അറസ്റ്റ് ചെയ്യുക, ഒരു അറസ്റ്റ് നാടകം ഉണ്ടാക്കുക. അദ്ദേഹം പൊളിറ്റിക്കൽ സെക്രട്ടറി ആയ ശേഷം കണ്ട നിരവധി നാടകങ്ങൾ അങ്ങനെ. ക്രൈം നന്ദകുമാർ എന്ന് പറയുന്ന മനുഷ്യന്റെ ഒരു ചരിത്രം എടുത്താൽ തന്നെ പണ്ട് നമ്മുടെ ശോഭന ജോർജിന്റെ ഒരു കേസിന്റെ സമയത്ത് പോലും അദ്ദേഹത്തെ ഇതുപോലെ തന്നെ പാതിരാത്രിയുടെ മറവിൽ തന്നെയാണ് അദ്ദേഹത്തെ ഇതിനു മുന്നേയും അറസ്റ്റ് ചെയ്യാൻ വന്നിട്ടുള്ളത്. ഇപ്പോഴും പലപ്പോഴായിട്ട് അദ്ദേഹത്തിനെതിരെയുള്ള കേസുകൾ, ഇപ്പൊ പ്രതിപക്ഷ നേതാവ് തന്നെ പറയുന്നുണ്ട് 6ഓളം കേസുകൾ ഈ അടുത്ത് തന്നെ അദ്ദേഹത്തിനെതിരെ കള്ളക്കേസുകൾ എടുത്തു. ബഹുമാനപ്പെട്ട നീതിന്യായ വ്യവസ്ഥ കോടതി തന്നെ പറയുകയുണ്ടായി ഇതൊക്കെ നിലനിൽക്കാത്ത കേസുകളാണെന്ന് പറഞ്ഞ് കോടതി തന്നെ വലിച്ചെറിഞ്ഞു എന്നുള്ളത് പ്രതിപക്ഷ നേതാവ് ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല അന്ന് 1 മണിക്ക് വന്നതിൻ്റെ ഒരു ചുരുക്കം സാറ് തന്നെ പല വീഡിയോസിലും നമ്മുടെ വീഡിയോസിൽ അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. രാത്രി 1 മണിയോടുകൂടി സൈബർ പോലീസ് എത്തുന്നു. ഇതുപോലെ അറസ്റ്റ് ചെയ്യാനാണ് സിന്ധു ജോയുടെ ഒരു പുതിയ കേസ് വന്നിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാനായിട്ടുള്ള വരവാണ് വന്നത്. രാഹുൽ ഈശ്വറിനെയും അതുപോലെ തന്നെയാണ് കൊണ്ടുപോയത്. പക്ഷേ ഇവിടെ നന്ദകുമാർ സാറിന് നമ്മുടെ ക്രൈം നന്ദകുമാർ കൃത്യമായിട്ടും നിയമം പറഞ്ഞ് അവരോട് പറഞ്ഞു അർണീഷ് കുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ എന്ന് പറയുന്ന ഒരു ജഡ്ജ്മെന്റ്, അങ്ങനത്തെ കുറച്ച് ജഡ്ജ്മെന്റുകൾ നിരത്തിക്കൊണ്ട് അദ്ദേഹം വാദിച്ചു. 7 വർഷത്തിൽ താഴെ കുറ്റം ചുമത്തപ്പെടേണ്ട കേസുകൾക്ക് നോട്ടീസ് കൊടുത്തതിന് ശേഷം മാത്രമേ അറസ്റ്റിലേക്ക് കടക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ നോട്ടീസ് ഒന്നും നൽകിയിട്ടില്ല. നൽകാതെ അർദ്ധരാത്രി 1 മണിക്ക് വീട്ടിലേക്ക് കയറുന്നു വന്ന് വിളിച്ചോണ്ട് പോകണം എന്ന് പറയുന്നതിനോട് യോജിക്കാൻ പറ്റില്ലല്ലോ. അപ്പം അദ്ദേഹം കൃത്യമായിട്ടും നിയമവശങ്ങൾ സംസാരിച്ച് കൂടെ ചെല്ലില്ല എന്ന് ഉറപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് VD സതീശനെ അദ്ദേഹം വിളിക്കുന്നു. VD സതീശൻ കൃത്യമായിട്ടും കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം അതിലിടപെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു കേസ് അന്നത്തെ ദിവസം ആ ഒരു അറസ്റ്റ്, പാതിരാത്രിയിലെ അറസ്റ്റ് ഒഴിവായത്. അതും 1:30 മണിക്കൊക്കെ സാറിന് അദ്ദേഹത്തിന്റെ കുറച്ച് ട്രീറ്റ്മെന്റും കാര്യങ്ങളായിട്ടിരിക്കുന്നത് കൊണ്ടിട്ട് അദ്ദേഹത്തിന്റെ ഡോക്ടറുടെ ക്ലിനിക്ക് തുറപ്പിച്ച് അദ്ദേഹത്തിന്റെ അന്നത്തെ ഇതെടുക്കേണ്ടി വന്നു. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വരെ പോലീസിന് കൊടുക്കേണ്ടതായിട്ട് വന്നു. അപ്പം അത്രയും കഷ്ടപ്പെടുത്താനുള്ളൊരു നീക്കമാണ് നടക്കുന്നത്. അദ്ദേഹം ഇത് കണ്ട് അദ്ദേഹത്തിന് ഇത് വലിയ കാര്യമായിട്ട് തോന്നില്ലെങ്കിൽ പോലും സാധാരണക്കാരൻ എന്നുള്ള രീതിയിൽ ബാക്കി ഓരോ മനുഷ്യനും നേർക്ക് നടക്കുന്നത് ഇതുപോലെ തന്നെയാണ്. നിയമവശങ്ങൾ അറിയാത്ത സാധാരണക്കാരനെയും പിടിച്ചോണ്ട് പോകുന്നത് ഇതുപോലെ തന്നെയാണ്. നമ്മൾ ഈ പറയുന്ന പോലെ ഈ AI എന്ന് പറഞ്ഞ ഈ ചിത്രത്തിന്റെ കേസ്, സുബ്രഹ്മണ്യം എന്ന് പറയുന്ന അയാൾ ഒരു പഴയ നേതാവാണ്. കോൺഗ്രസിന്റെ കരുണാകരന്റെ ഭരണകാലത്ത് കോഴിക്കോട് കരുണാകരന്റെ പല കാര്യങ്ങളും നിയന്ത്രിച്ചിരുന്ന ഒരു നേതാവാണ്. ഭരണമില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത രീതി ഇന്നും അദ്ദേഹത്തിനെ വീണ്ടും ചോദ്യം ചെയ്യാനായി കൊണ്ടുവരുന്നുണ്ട്. അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യാൻ കൊണ്ടുപോകുമ്പോൾ അണികളായ കോൺഗ്രസ്സുകാർ കൂടെ പോകുന്നവർ ആൾറെഡി പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് ഈ പറയുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഒരു വശവും കൂടെയാണ് ഈ പറഞ്ഞത്. 2 പോറ്റിയെ കേറ്റിയെ സ്വർണ്ണപ്പാളികൾ കട്ടത് ആരപ്പ അയ്യപ്പ എന്ന് പറഞ്ഞ് പാട്ടെഴുതിയ പയ്യന്മാരെ പാട്ടെഴുതി പാടിയവരെ അറസ്റ്റ് ചെയ്യാൻ നോക്കിയിട്ട് മണിക്കൂറുകൾക്ക് അത് മാറി. ഇത് നമ്മൾ ഈ പറയുന്ന ന്യൂട്ടന്റെ റിവേഴ്സ് ഉണ്ടല്ലോ, ആ സംഗതിയായിട്ട് ഇവർക്ക് അതായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. പറഞ്ഞോളൂ. എന്തായാലും ഇവിടെ ഈ പാതിരാത്രിയുടെ മറവിലാണെങ്കിലും ഈ പറയുന്ന മാധ്യമവേട്ട മാത്രമല്ല നടക്കുന്നത്. ജനങ്ങളെ മൊത്തത്തിൽ വലയിട്ട് പിടിച്ച് ആരെങ്കിലും തിരികെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം എനിക്കെതിരെ 2 കേസ് ഉണ്ടായിരുന്നു. നമ്മുടെ മുണ്ടക്കൈ ദുരന്തം വന്ന സമയത്ത് റിപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ എനിക്കെതിരെ 2 കേസ് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ റിപ്പോർട്ടേഴ്സിനെതിരെ പലർക്കുമെതിരെ കേസുകൾ ഉണ്ടായിരുന്ന സമയത്ത് നമ്മുടെ ക്രൈം നന്ദകുമാറിന്റെ ഒരു ചരിത്രം എടുത്ത് നോക്കിയാൽ തന്നെ അദ്ദേഹത്തിനെതിരെ ഇതുപോലെയുള്ള കേസുകൾ ഒരുപാടായി. അതൊക്കെ CPM-നെതിരെ ശബ്ദിച്ചു എന്ന പേര് കൊണ്ട് ആ ഒരു കുറ്റമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളതെന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. മുഖ്യമന്ത്രിയെ നമ്മൾ വിമർശിക്കാൻ പാടില്ല. സിൽവർ ലൈനിന്റെ കേസിലും സാറിന് എതിരെ ഇതുപോലെ കേസും അറസ്റ്റും കാര്യങ്ങളൊക്കെ നടന്നതാണ്. അപ്പം ആരും വിമർശിക്കാൻ പാടില്ലാത്ത, ശരിക്കും ഉത്തര കൊറിയയെക്കാളും കഷ്ടമായിട്ടുള്ളൊരവസ്ഥയിലേക്കാണ് നമ്മുടെ കേരളം ഇപ്പം മാറിക്കൊണ്ടിരിക്കുന്നതെന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. എന്തായാലും VD സതീശന്റെ ഈ ഒരു ഇടപെടൽ ഏറെ നമ്മൾക്ക് ആശ്വാസകരമായിട്ട്, അല്ലെങ്കിൽ ഭയങ്കര മാത്രമല്ല സാമൂഹിക മാധ്യമങ്ങൾ ഒക്കെ എല്ലാവർക്കും നമുക്ക് ഒരു ആശാവഹമായിട്ടുള്ള കാര്യമാണ്. ശരിക്കും ഇപ്പം മുഖ്യമന്ത്രിയെക്കാളും ജനങ്ങൾക്ക് ആശ്വാസം, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു സപ്പോർട്ട് തോന്നുന്നത്, അല്ലെങ്കിൽ ഒരു വിശ്വാസം തോന്നുന്നത് ഈ പറയുന്ന പ്രതിപക്ഷ നേതാവിലാണ് എന്നുള്ളത് അടുത്ത തെരഞ്ഞെടുപ്പിലും അത് പ്രതിഫലിക്കുമെന്ന് തന്നെ നമുക്ക് വിചാരിക്കാം.